ഉളിപ്പാട് വീഴാത്ത മരം വെറും മരം മാത്രമാണ്. സ്നേഹത്താൽ മുറിയപ്പെടാത്ത മനുഷ്യൻ വെറും മനുഷ്യനും. ഉളിപ്പാട് വീഴാത്ത മരം വെറും മരം മാത്രമാണ്. സ്നേഹത്താൽ മുറിയപ്പെടാത്ത മനുഷ്യൻ വെറും മനുഷ്യനും. പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു കവിത. ഈ കവിത ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നക്ഷത്രങ്ങൾ അനാഥമാക്കിയ രാത്രി. റോബിൻസ് ജോൺ, പുരോഹിതനായ റോബിൻസ് ജോണിന്റെ മനോഹരങ്ങളായ 20 കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു 2025 ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ കവിതാ സമാഹാരം ഈ പുസ്തകമെന്ന് എനിക്ക് എന്റെ ആത്മാർത്ഥമായ ചിന്തനത്തിലൂടെ പറയാൻ സാധിക്കും. മുറിവേറ്റവന്റെയും കറുത്തവന്റെയും പ്രതീക്ഷകളും ആകുലതകളും വളരെ മനോഹരമായ ഭാഷയിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലളിതമായ പദസഞ്ചയത്തിലൂടെ വികാരപ്രകടനങ്ങളുടെ ഒരു ഒഴുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും ഓരോ മലയാളിയും വായിക്കേണ്ട മനോഹരങ്ങളായ 20 കവിതകൾ ഈ പുസ്തകത്തിലുണ്ട്. എന്റെ ഈ വർഷത്തെ വായനയിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പുസ്തകമാണ് നക്ഷത്രങ്ങൾ അനാഥമാക്കിയ രാത്രി. വ്യത്യസ്തങ്ങളായ ഭാവത്തിലൂടെ വ്യത്യസ്തങ്ങളായ വികാരപ്രകടനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കഴുമരത്തിൽ കവിതയായി തീർന്നവന് എന്ന് ക്രിസ്തുവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് കവി തന്റെ കവിതാ സമാഹാരം ആരംഭിക്കുന്നത് തന്നെ. കവിത തനിക്ക് അതിജീവനത്തിന്റെ വഴിയാണെന്നും അദ്ദേഹം പറയുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനുള്ള അടയാളവാക്യം. തീർച്ചയായും വളരെ മനോഹരമായി അദ്ദേഹം തന്റെ ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കവിതാ സമാഹാരത്തിലൂടെ. ഉളിപ്പാട് എന്ന കവിതയിൽ ഒളിപ്പാട് വീഴാത്ത മരം വെറും മരമാണെന്നും സ്നേഹത്താൽ മുറിയപ്പെടാത്ത മനുഷ്യൻ വെറും മനുഷ്യനാണെന്നും ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിന് ഒരു വിങ്ങലുണ്ടെന്നും ഒരു വേദനയുണ്ടെന്നും തീർച്ചയായും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കവിത. അതുപോലെ മറ്റൊരു കവിത പുറപ്പെട്ടു പോകുന്ന വീടുകൾ എന്ന കവിത ഓരോ വീടും ഓരോ ജീവിതങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഉപവാസം എന്ന കവിതയാണ്. നനയ്ക്കാത്ത നേരത്താവും കടലിന്റെ അടിവയറ്റിലേക്ക് വലക്കണ്ണുകൾ ചൂഴ്ന്നു നോക്കുന്നത്. നനയ്ക്കാത്ത നേരത്താവും കടലിന്റെ അടിവയറ്റിലേക്ക് വലക്കണ്ണുകൾ ചൂഴ്ന്നു നോക്കുന്നത്. വിശന്ന് കണ്ണു കാണാത്ത മീനുകൾ ആർത്തി പൂണ്ട് വല തിന്നുമ്പോൾ തന്നെ വല മീനിനെ തിന്നുകയാവും. വിശന്ന് കണ്ണു കാണാത്ത മീനുകൾ ആർത്തി പൂണ്ട് വല തിന്നുമ്പോൾ തന്നെ വല മീനിനെ തിന്നുകയാവും. ഒടുവിൽ മഴ ഇറ്റുതീരുമ്പോഴേക്കും ചത്ത കണ്ണുമായി വഴിവെക്കല് തെറികേട്ട് അനങ്ങാതെ പ്ലാസ്റ്റിക് കൂട്ടിൽ കയറി മറിയ ചേടത്തിയുടെ കത്തിക്ക് മുന്നിൽ എത്തുമ്പോൾ അവയ്ക്ക് തോന്നാറുണ്ടാകുമോ, ഇന്ന് ഉപവസിച്ചാൽ മതിയായിരുന്നെന്ന്, ഇന്ന് ഉപവസിച്ചാൽ മതിയായിരുന്നെന്ന്. ഉപവാസത്തിന്റെ വേറിട്ട കാഴ്ച. മനോഹരങ്ങളായ 20 കവിതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നില്ല. ഓരോ കവിതയും ഓരോ അനുഭവങ്ങളാണെന്ന് ഞാൻ തീർച്ചയായും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെ കവിതയായി കാണാൻ കഴിയുന്ന കവിയെ കവിതയുടെ സുവിശേഷം എന്ന കവിതയിൽ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ജീവിതത്തെ ഹൃദയം കൊണ്ട് രേഖപ്പെടുത്തുന്ന 20 കവിതകളാണ് നക്ഷത്രങ്ങൾ അനാഥമാക്കിയ രാത്രി എന്ന ഈ കവിതാ സമാഹാരത്തിലുള്ളത്. നക്ഷത്രങ്ങൾ അനാഥമാക്കിയ രാത്രിയെക്കുറിച്ച് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നത് കേൾക്കുക. പറയാനാകാത്ത ചിലതിന്റെ ഭാഷയാവുക എന്നത് എപ്പോൾ സാക്ഷാത്കരിക്കാനാകുന്നുവോ അപ്പോൾ ഒരാൾ എഴുത്തുകാരനായി തുടങ്ങുന്നു. അതിന് സാക്ഷ്യമാണ് ഈ പുസ്തകം. പി രാമന്റെ വാക്കുകൾ. ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികളാൽ കുതിർന്നുള്ള പൂത്തുകായ്ക്കലിൽ ദിവ്യബലിയുടെ ധ്യാനത്തിൽ നിന്ന് ആർജിച്ച പക്വത വായനക്കാരന് അനുഭവിക്കാനാകുന്നു. പ്രിയ നോവലിസ്റ്റ് വിജയ് ജെയിംസ്. ഉളിപ്പാട് വീഴാത്ത മരവും സ്നേഹത്താൽ മുറിയപ്പെടാത്ത മനുഷ്യനും വൃഥാ ജന്മങ്ങളാണെന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് ഈ പുസ്തകത്തിലെ എഴുത്തുകൾ ഉറവുമുട്ടുന്നത്. മനോഹരമായ വാക്കുകൾ. തീർച്ചയായും ആധികാരികമായ ഈ വാക്കുകൾ മാത്രം മതി ഈ പുസ്തകത്തിന്റെ മനോഹാരിത വെളിപ്പെടുത്താൻ. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ കവി റോബിൻസ് ജോണിന്റെ മനോഹരമായ ഈ പുസ്തകം നക്ഷത്രങ്ങൾ അനാഥമാക്കിയ രാത്രി വായിക്കാതെ പോകരുത്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നികേതൻ ബുക്സ് ആണ്. 120 പേജ് വലുപ്പമുള്ള ഈ പുസ്തകത്തിന് 220 രൂപയാണ് വില. മനോഹരമായ വായനാസുഖം. തീർച്ചയായും വായിക്കേണ്ട പുസ്തകം. പ്രിയമുള്ളവരെ, മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.